സത്യം പറഞ്ഞ പൂരം കാണാനോ പഞ്ചാരി മേളം കേൾക്കാനോ അല്ല മലമക്കാവിൽ ആള് കൂടിയത്. പിന്നെ ദേവേട്ടന്റെ ഒരു ശാസ്ത്രം ഉണ്ടല്ലോ. എന്താ ശാസ്ത്രം? അതേനെ, ഒരു ടൈം കഴിഞ്ഞാ ഒരു തല്ലി. ആ ശാസ്ത്രം അതായത് ഈ പുട്ടിന് തേങ്ങയിടുന്ന പോലെ ഒരു തായമ്പക ഒരു തല്ല്, ഒരു തായമ്പക ഒരു തല്ല്. ഒന്ന് പോടോ മാരാരെ. തൊഴിലിൽ കള്ളം കാണിക്കുന്നവൻ ആരായിരുന്നാലും ശരി, അവന് മാപ്പ് കൊടുക്കില്ല ദേവനാരായണൻ. തിരിയേഴും തെളിയുന്ന നിലവിളക്കിന് മുമ്പിൽ നിന്ന് സർവേശ്വരന്മാരെയും ധ്യാനിച്ച് ചെണ്ടയെടുത്ത് കൊട്ടാൻ തുടങ്ങിയാൽ കാലിന്റെ പെരുവരിൽ നിന്ന് തുടങ്ങും ഒരു തീപ്പൊരി കത്താൻ. പതികാലം കൊട്ടിക്കഴിഞ്ഞ് കൂറിലേക്ക് കിടക്കുമ്പോ ആ തീപ്പൊരി ഒരു പന്തായിട്ട് നാഭി വഴി നെഞ്ചു വഴി മേലോട്ട് അങ്ങനെ കത്തിക്കയറും. ബ്രഹ്മസമാധി നിർവ്വാണം എന്നൊക്കെ കേട്ടില്ലേ മാരാരെ? അതപ്പോ സംഭവിക്കാം. ആ നിന്ന നിപ്പ് തന്നെ ഈ ഹൃദയമിടിപ്പിന്റെ തായമ്പക അങ്ങോട്ട് കൊട്ടി കലാശിച്ചു പോയാലും അറിയില്ല മാരാരെ. ഞാൻ ഒരു കുപ്പി കൊണ്ട് എടുക്കട്ടെ ദേവേട്ട? വേണ്ട, എനിക്കൊരു പുക മതി. പുക എവിടെ കിട്ടാൻ വേണ്ട ദേവേട്ട, മതി. പോടാ പോടാ പോടാ. കുമാര, എന്തോ? 2 കുപ്പി നാടൻ വാറ്റും 1 പൊതി കഞ്ചാവും തലയ്ക്ക് പിടിച്ചാൽ അച്യുതണ്ടിൽ നീ ഭൂമി വലിച്ച് പറിച്ചെടുത്ത് പുറങ്കാല് കൊണ്ട് തായമ്പക കൊട്ടും ദേവനാരായണൻ. മനസ്സിലായോ? സിന്ദൂരാരുണ വിഗ്രഹ ത്രിനയന മാണിക്യ മൗലി സ്ഫുരത്താരാനായക ശേഖര സ്മിതമുഖീ മാപീന വക്ഷോരുഹം. എന്തിനാ അതിനെ വേദനിപ്പിക്കണേ? നമ്മളെങ്കിലും കൊടുക്കണ്ടേ അതിന് ഇത്തിരി മനസമാധാനം? നന്നാവും, മനുഷ്യനാവും എന്നൊക്കെ നിരീച്ചല്ലേ ആ ശങ്കരപ്പൊതുവാളുടെ കാല് പിടിച്ച് ഇവളെ അവന് ഞാൻ ദാനമായിട്ട് കൊണ്ട് കൊടുത്തത്. മറന്നോ നീ? അവിടെയാ നമുക്ക് പിഴച്ചത്. അവൻ മോഹിച്ച പെണ്ണ് ഇപ്പോഴും അവന്റെ മനസ്സിൽ കിടന്ന് നേർന്നുണ്ട്. അതിന് ആ നികൃഷ്ട ജന്മം കെട്ടിത്തോന്നി ചത്തില്ലേ? കുറ്റപ്പെടുത്തല്ല ഞാൻ. നിങ്ങളുടെ ഒരു ദുർവാശി കാരണ അത് അതിന്റെ ജീവൻ ഒടുക്കിയത്. ഒന്നും വേണ്ടായിരുന്നു എനിക്ക് ഇപ്പൊ തോന്നണത്. എന്റെ മോളെ ദ്രോഹിച്ചോ അവഗണിച്ചോ ഒക്കെ എന്നോടുള്ള പ്രതികാരം തീർക്കാൻ. മോളെന്താ അവിടെ നിന്ന് കളഞ്ഞേ? ഇങ്ങോട്ട് വാ. മോളെ സങ്കടപ്പെടുത്താൻ വേണ്ടി പറഞ്ഞല്ല അച്ഛൻ. എനിക്ക് സങ്കടമൊന്നുമില്ല അച്ഛ. ദേവേട്ടനെ ആരും ശപിക്കാണ്ടിരുന്നാ മതി. ഗുരുനാഥോ, സർവാപരാധങ്ങളും പുറത്ത് കാത്തുരക്ഷിക്കണേ ഗുരുനാഥ. നമ്മള് തമ്മിൽ കണ്ടിട്ട് 2 ആഴ്ച ആയില്ലേ ഗുരുനാഥ. എനിക്കതങ്ങോട്ട് സഹിക്കാനേ പറ്റണില്ല. കണ്ടില്ലേ? അതുകൊണ്ടല്ലേ ഈ സങ്കടവും സന്തോഷവും ഒക്കെ. വീതി കുറഞ്ഞിട്ടുണ്ടോ? എന്താടോ മിഴിച്ചു നിൽക്കണേ? അതൊക്കെ ഒന്ന് അങ്ങോട്ട് എടുത്തു വെക്ക. എന്തൊക്കെയാണോ ഈ കൊണ്ടുവന്നിരിക്കണേ? ദക്ഷിണ അങ്ങോട്ട് ഇരിക്ക. കരിങ്കല്ലിൽ പുളിമുട്ടി കൊണ്ടും വലന്തല തളർത്തിയിട്ട ചെണ്ടയിൽ കോലുകൊണ്ടും കൊട്ടാൻ പഠിപ്പിച്ച് എന്നെ ഈ നിലയിലെത്തിച്ച എന്റെ ഗുരുനാഥനുള്ള ദക്ഷിണ. നീ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അരിയും സാധനങ്ങളും ദക്ഷിണയായിട്ട് കൊണ്ടുവരുന്നത് കൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് കഴിയണം. അല്ലാണ്ട് അമ്പലത്തിൽ നിന്ന് കിട്ടുന്നതുകൊണ്ട് എന്താവാനാ? എന്താടി നിന്റെ മുഖത്തൊരു മ്ലാനത? ഇങ്ങോട്ട് വന്നേ കുമാരാ, അതിങ്ങനെ എടുത്ത്. നീ ചോദിച്ചൊക്കെ ഉണ്ട്. സാരി ഉണ്ട്, ബ്ലൗസ് ഉണ്ട്, പാവാട ഉണ്ട്, പിന്നെ എന്തൊക്കെയോ കുന്ത്രാണ്ടങ്ങളൊക്കെ. പിന്നെ അതിലുള്ളി ഉണ്ട്, വലിയ ഉള്ളി. അതിലൊരു 4-5 എണ്ണം കൂടെ എടുത്ത് ഒരു പലകം വില വെച്ചൊരു കത്തിയെടുത്ത് അരിയ. എന്നിട്ട് ഒരു ചെറുനാരങ്ങ എടുത്ത് 2ആയിട്ട് മുറിച്ച് അതിൽ പിഴിഞ്ഞൊഴിക്കുക. ഒരു നുള്ളു ഉപ്പുള്ള. എന്നിട്ട് ഇങ്ങോട്ട് ഒന്ന് ഉഷാറാക്കുവാസോ നീയേ. എന്താണ് മാരാരെ നോക്കി നിൽക്കാതെ ഒന്ന് ഉത്സാഹിക്കും നിങ്ങള്? പൂരപ്പറമ്പത്ത് തുടങ്ങിയതല്ലേ ഉത്സാഹം.
ഉത്സാഹം ഇവിടെ ഉത്സാഹം. അമ്മണി, അയ്യോ വീട് ആരെങ്കിലും കാണും. ആരെങ്കിലും കാണണം, ആശാൻ അറിയണം, എങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു. എന്നോട് മിണ്ടണ്ട. എത്ര ദിവസം ഇവിടുന്ന് പോയിട്ട്? ദേ, ദേവേട്ടന്റെ കൂടെ ഇറങ്ങി തിരിച്ചുള്ള കാര്യം നിനക്കറിയാലോ. ഉവ്വ്. നോക്ക്, ഇതൊക്കെ ആർക്ക് വേണ്ടിട്ടാണ്? 10 കാശുണ്ടാക്കും, എന്നിട്ട് ആശാന്റെ മുമ്പിൽ ചെന്ന് ധൈര്യമായിട്ട് ചോദിക്കണം, മര്യാദക്ക് നിങ്ങളുടെ മോളെ എനിക്ക് കെട്ടിച്ചേരണുണ്ടോ അതോ ദേ വരണോ? ആവേശം മൂക്കണു. ആവേശം ഉത്സവപ്പണമേ കണ്ടില്ലല്ലോ. അതിനപ്പോഴേക്കും തുടങ്ങിയില്ലേ ഉത്സാഹം. ദേവേട്ടാ, നീ എന്താടാ സവാള കണ്ടുപിടിക്കാൻ? ഉള്ളി അരിഞ്ഞിട്ട് തക്കാളി അരിഞ്ഞപ്പോ ആശാനൊന്നും കൊണ്ടാത്തെ. അയ്യോ, മൂർധാവിന്റെ ഉള്ളിൽ നിന്ന് 10,000 ചെണ്ട ഒന്നിച്ചു മുറുകുമ്പോഴുള്ള ഒരു മൂളക്കം. അതെന്താ അറിയോ ആശാനെ, ഇത് മറ്റവരല്ല, തറവാടിയാ. ചവിട്ട് കുത്തൊന്നുമില്ല, പാൽപ്പായസം പോലെ ഉണ്ടല്ലേ ആശാനെ. എന്റെ ആശാന്റെ മനസ്സ് നിറഞ്ഞല്ലോ, എനിക്ക് അത് മതി. അല്ല, നമുക്ക് പോണ്ടേ ഇങ്ങടെ വീട്ടിലേക്ക്? ഓടാ. ഈ മേടസൂര്യനെയും ബലം വെച്ച് ഈ സൗരയൂഥത്തിൽ ഇങ്ങനെ കറങ്ങി കറങ്ങി നടക്കുക, ഒരു പാവി പാതാളത്തിലേക്ക് ഞാനില്ല. അത് പറയരുത്. നീ വീട്ടിൽ പോണം. ഗുരുനാഥനേക്കാൾ വലുത് കുടുംബാണ്, അത് മറക്കരുത്. അനുസരണക്കേട് കാട്ടി ആ പഴയ പുളിമുട്ടി ഇരിപ്പുണ്ട് ഇവിടെ. ചന്തിക്കിട്ട് പെരുക്കും ഞാൻ. മോൻ വീട്ടിൽ ചെന്ന്. അല്ല നമ്മടെ കോഴി കോഴി പോയി കൂവി തള്ളിയട്ടെ. നീ പിണങ്ങി പോവാണോ? ഏയ്, എന്റെ ഗുരുനാഥനോട് ഞാൻ പിണങ്ങില്ല. ദേവേട്ടാ, ഞാൻ വണ്ടി എടുക്കാം. ഞാൻ വണ്ടി എടുക്കാം. വേണ്ട, ഞാൻ നടന്നില്ല. വണ്ടി പുഴക്കരെ വീട്ടിലിട്ട ഗുരുനാഥ. ഒരു സാധനം എടുക്കാൻ മറന്നിട്ടാ. ഇതാ കിടക്കണ സാധനം തന്നെയാ. അതവിടെ കിടന്നോ. രാവിലെ വെള്ളം കൊടുക്കാൻ മറക്കണ്ട. അപ്പൊ ആശാനെ കൂട്ടിലായി അതവിടെ വെച്ചിട്ട് പോടോ. ഇതിൽ ഇത്തിരിയുള്ളൂ, മതി. മതിയാവില്ല. ആരാത്? ആരാന്നോ ചോദിച്ചത്? ചോദിച്ചത് കേട്ടില്ലേ? ഞാനാ കുഞ്ഞിരാമേട്ട. പേടിച്ചു പോയ എന്റെ കുട്ടിയെ. എനിക്ക് ആർട്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ തന്നെ കുട്ടിയാർന്നു. അതേതായാലും നന്നായി. എന്താ ഇവിടത്തെ വലിയ പൊതുവാളിന്റെ ഹാല്? വെടികൊണ്ട നരിയെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കായിരുന്നു ഇത്രയും നേരം. തൽക്കാലം പിടി കൊടുക്കണ്ട. അമ്മ അറിയാം. ഒരച്ച പതിപോലെ ചെയ്യുന്ന കാര്യങ്ങൾ അങ്ങോട്ട് ചെയ്തോളോ പറഞ്ഞു. എന്നാ കുഞ്ഞിരാമട്ടം കടന്നോളൂ. ഓ അപ്പുറത്തേക്ക് വാ. പറ്റിട്ടുണ്ട് നിനക്ക്. അമ്മേ മൂകാംബികയെ രക്ഷിക്കണേ. എവിടെയായിരുന്നടാ നീ? എത്ര ദിവസമായി വീട്ടിൽ നിന്ന് ഇറങ്ങി പോയിട്ട്? തിരക്കായിരുന്നു മൂകാംബിക. എനിക്ക് മട്ടന്നൂര്, ഓ, പതുക്കെ, പതുക്കെ. മട്ടന്നൂര്, കാറൽമണ്ണ, മഞ്ചേരി, തിരുനാവായ, മലമക്കാവ്, എങ്ങും പ്രളയങ്ങളുടെ പൂരമല്ലേ, പൂരപ്രളയം. നിന്റെ ഒടുക്കത്തെ പൂരം ഭ്രാന്തന്റെ മാതിരി ആയിരിക്കണം. നീ വല്ലതും കഴിച്ചോ? എത്ര കഴിച്ചാലും എന്റെ അമ്മ മൂകാംബികയുടെ കയ്യിൽ നിന്ന് ഒരുപിടി പ്രസാദം വാങ്ങിക്കഴിക്കുന്നതിന്റെ പുണ്യം വേറെ എവിടെ കിട്ടും? കൈ കഴുകിയിട്ടിരിക്കടാ എന്റെ കണ്ണ. ആ, വസന്തനെ വിളിക്കട്ടെ? വേണ്ട വേണ്ട. അച്ഛനറിയണ്ട, കഥ അടയ്ക്കാം. എന്താടാ ഇത്? അച്ഛനോടല്ലേ? കൈ കുടുങ്ങിപ്പോയി. ഇവിടത്തെ വലിയ പൊതുവാളിന് ഹാലളകിയിരിക്കുകയാണെന്ന് കേട്ടു. പിന്നുണ്ടാവില്ലേ നിന്നെ പോലെ ഒരു പോക്കറി വീട്ടിലുണ്ട്? അച്ഛന് വട്ടാണമ്മേ, വട്ട്. എനിക്ക് വട്ട. എവിടെയായിരുന്നു നെല്ലിക്കാത്തളം വെക്കാൻ നേരത്ത് നീ? എഴുന്നേക്കണം പിശാചിന്റെ മോനെ. മതി കഴിച്ചത്. തല്ലണ്ട കാലത്ത് ഇവനെ ഞാൻ തല്ലിയില്ല, അതാ ഇത്ര കഴിച്ചു പോയത്. നിനക്ക് നൊന്തോ? പൂരപ്പറമ്പെന്നും കള്ള് ഷാപ്പെന്നും ഒക്കെ ഞെരിവട്ടം കിട്ടുന്ന ശരീരം ഇത്. ഈ പൂച്ചയെ തല്ലണ പടി കൊണ്ട് ചൊറിഞ്ഞ എനിക്ക് എന്താ കാരാമേ? അച്ഛ
അച്ഛൻ തന്നതിന്റെ ബാക്കി എന്റെ കയ്യിൽ നിന്ന് കിട്ടുന്നതിന് മുമ്പ് പലതും കഴിച്ച് കിടക്കാൻ നോക്ക്. ചോറുളമ്പ് ഭൈരതി, ചോറുളമ്പ്. ആഹാ. ഏത് ഗന്ധർവനെ അടി നീ കാത്തു നിൽക്കണേ? ഞാൻ ദേവേട്ടൻ താഴെ വന്നു എന്നറിഞ്ഞപ്പോ ഇതാ വരാൻ പാടില്ലായിരുന്നു. അയ്യോ ദേവേട്ട, ഞാൻ എനിക്കൊന്ന് ഉറങ്ങണം. കരച്ചിലും വീഴ്ചയിലും നടത്താനുള്ളവർക്ക് പിന്നാമ്പുറത്തേക്ക് ഇറങ്ങി പോവാ. എന്തിനാ ദേവേട്ട എന്നോട് ഇങ്ങനെയൊക്കെ? അതിന് മാത്രം എന്ത് തെറ്റാ ഞാൻ ദേവേട്ടനോട് ചെയ്തത്? സ്വന്തം മനസാക്ഷിയോട് ചോദിച്ചു നോക്കാം, അപ്പൊ മനസ്സിലാവും. ഇതുവരെ ഒരു ഇഷ്ടത്തിന് എതിര് നിന്നിട്ടില്ല ഞാൻ. എല്ലാവരും ചുറ്റും കൂടി നിന്ന് ശപിക്കുമ്പോ നാമം ജപിച്ചിട്ടേ ഉള്ളൂ. ഈ കാലിൽ ഒരു മുള്ളു കുത്തരുതെന്ന്, ഈ മൂർധാവിൽ ഒരു മഴത്തുള്ളി വീണ് പൊള്ളരുതെന്ന്. ആര് പറഞ്ഞു എനിക്ക് വേണ്ടി ജപിക്കാനും തപസ്സരിക്കാനും ഒക്കെ? ആരുടെയും തപോബലത്തിൽ ജീവിക്കണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. ജന്മം തന്ന മഹാനടക്കം കൂട്ടുന്നത് കരിങ്കലിൽ ഉടച്ച നാളികേരം പോലെ ആക്കിയില്ലേ എന്റെ ജീവിതം. അങ്ങനെയൊന്നും പറയല്ലേ. ഇതൊന്നും കേട്ട് നിൽക്കാനുള്ള ശക്തി എനിക്കില്ല. ഇല്ലെങ്കിൽ ഇറങ്ങി പോവാ. ഇത്രയും കാലം ഈ വെറും നിലത്ത് പായ വരച്ച് കിടന്നതിന് നഷ്ടപരിഹാരം എത്രയാന്ന് ചോദിച്ചാൽ അത് തരാം. ദേവേട്ട, നെഞ്ചു പൊള്ളിപ്പോണ ഓർക്കാനൊന്നും പറയല്ല ദേവേട്ട. തീത്തുള്ളി വീണാൽ പൊള്ളാത്ത മനസ്സല്ലേ എന്റേത്, അറിയോ നിനക്ക്? നെല്ലും പതിരും തിരിച്ചറിയാൻ പറ്റാത്ത കാലം മുതൽക്കേ മനസ്സിൽ കൊണ്ടുനടന്നൊരു സ്വപ്ന അത്. തറവാട്ട് മഹിമയും ജാതി പൊലയാട്ടും പറഞ്ഞ് എന്നിൽ നിന്ന് തട്ടിപ്പറിച്ചെടുത്തില്ലേ എല്ലാരും കൂടെ അതിനെ? എന്തിന്?